ഹലോ. അപ്പൊ ഇന്ന് വന്നേക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ടുള്ള ബെസ്റ്റ് ഗിഫ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്. ഒരു 7 months 8 months വരെയുള്ള കുട്ടികൾക്ക് ഇത് പറ്റുള്ളൂ. കാരണം ഇത് അവര് കുറച്ചുകൂടെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കിടക്കൂല. ഇതിന്റെ പേരാണ് പ്ലേ ജിമ്മ്, പിയാനോ ജിമ്മ്, അല്ലെങ്കിൽ ഫിറ്റ്നസ് ജിം എന്നൊക്കെയാണ് ഇതിന്റെ പേര്. ഇങ്ങനെ മലന്ന് കിടക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ ഇത്. അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്താണേലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. 590 രൂപയാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചപ്പം. പിന്നെ ബ്രാൻഡ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ല വിലയാവും കേട്ടോ, നല്ല വിലയാവും. അതിൽ ഇത്ര ഓപ്ഷൻസ് ഇല്ല. ഇതിൽ പിയാനോ ഒക്കെ ഉണ്ട്, പക്ഷെ ബ്രാൻഡ് ഷോപ്പിൽ നിന്ന് ഞാൻ നേരത്തെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്ക് വേറൊരാൾ ഗിഫ്റ്റ് തന്നപ്പം അത് വേറൊരു ബ്രാൻഡ്, എനിക്കൊന്ന് ഫസ്റ്റ് ക്രൈ ആണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് മേടിച്ചപ്പോൾ ഇതിനേക്കാൾ നല്ല റേറ്റും ആയിരുന്നു. പക്ഷെ അതിൽ പിയാനോ ഒന്നും വരുന്നില്ല, കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ ഇത് എത്ര മാസം നമുക്ക് ഈ 6 months വരെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അത്ര നാൾ എപ്പോഴൊക്കെ ഉപയോഗിച്ചാലാ നമുക്ക് അത്ര നാൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലോ. പക്ഷെ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി സാധനം ആയിരിക്കണം, അത് കറക്റ്റാണ്. അപ്പം നമുക്ക് ഒന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കാം. അൻവി ആദ്യമേ ഇതിനകത്ത് സംഭവങ്ങളെല്ലാം ഊരിയെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്നാലും കാണിക്കാൻ വേണ്ടി പെട്ടിയെടുത്ത് തുറന്നു വെച്ചോണ്ടിരിക്കണതാണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. അന്നിൻകുട്ടി, അമ്മ ഒന്ന് ചെയ്യട്ടാ. മാറ, അമ്മ ഇത് ഓപ്പൺ ചെയ്യട്ടെ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനത്തെ ഒരു ഷീറ്റാണ് വരുന്നത്. ഇതിന് വലിയ കട്ടിയൊന്നുമില്ല. നമുക്ക് പായിട്ടിട്ട് പായയുടെ മുകളിലോ ഇല്ല ബെഡിന്റെ മുകളിലോ ഒക്കെ ഇത് അങ്ങനെ ഇടാനേ പറ്റുള്ളൂ. അല്ലാതെ ഇതിട്ട് തറയിൽ കിടത്തി കഴിഞ്ഞാൽ ഒട്ടും കട്ടിയില്ല കേട്ടോ. അത് ആ ഒരു റേറ്റ് ആയതുകൊണ്ട് അത്രയും ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. ഇന്നലെ ഞങ്ങളെ വണ്ടിക്കിട്ട് വേറൊരു ബൈക്ക് വന്ന് ഇടി വെച്ച് തന്നു. കാല് ചതഞ്ഞു പതുക്കെ. കാലിൻ്റെ ഇവിടെ അവിടെ ചതഞ്ഞു. ഞാൻ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി, നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല വേദനയുണ്ട്. വെറുതെ ഒരു പുള്ളി വന്ന് ഞങ്ങൾക്കിട്ട് വെറുതെ ഇടി വെച്ചു. ഞങ്ങളുടെ വണ്ടി വെറുതെ അങ്ങ് മറിഞ്ഞു. ഭാഗ്യം കൊച്ചിനൊന്നും പറ്റിയില്ല. ചേട്ടൻ്റെ കാലൊന്നാതെ ഉളുക്കിയിരിക്കുമായിരുന്നല്ലോ. ലിഗമെന്റിന് ചെറിയ ടീറുണ്ടായിരുന്നു. അമ്മ മിക്സി ഓൺ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പുറം ഗ്യാസിന്റെ സൗണ്ട്. ഇത് എന്റെ വീട്ടിലാട്ടോ. ഞാൻ ഇത്ര നാൾ വീഡിയോസ് എല്ലാം എടുക്കുന്ന ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നല്ല. ഇതിപ്പോ എന്റെ വീട്ടിലാണ്. ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. ഇപ്പൊ എന്താ പറഞ്ഞെ, ഹസ്ബൻഡിന് ലിഗമെന്റിന് പ്രശ്നമുള്ളതുകൊണ്ട് 2 months ആയിട്ട് റെസ്റ്റ് ഒക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഇന്നലെ ആക്സിഡന്റിൽ പിന്നെയും പോയി കാല് കുത്തേണ്ടി വന്നു. അതുകൊണ്ട് എന്താവും അറിയാൻ മേല ഇനി. അപ്പൊ നമുക്കിത് സെറ്റപ്പ് ചെയ്യാം. ഇതിന്റെ കൂടെ കുറെ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ വെച്ചിട്ട് കാണിച്ചു തരുന്നതായിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതല്ല, ആ ബ്ലൂ ഇങ്ങനത്തെ ബ്ലൂ ഇതുപോലത്തെ സാധനം. ഇത് നിങ്ങളുടെ കഴിക്കുന്ന പാത്രത്തിനകത്ത് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് മുന്തിരി ഗ്രേപ്സ്. അമ്മ ചെറിയൊരു വേദന. അതാ അതിന്റെ അകത്തോടെ കയറ്റി വെച്ചപ്പോ പറഞ്ഞു. അപ്പോൾ ദാ ഞങ്ങൾ എല്ലാം സെറ്റപ്പ് ചെയ്ത് അടിപൊളി റെഡിയാക്കിയത്. കുറേ സംഭവങ്ങൾ ഇങ്ങനെ തൂക്കിയിടാനായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ പിയാനോ ഉണ്ട്. അതിനൊരു 3 ബാറ്ററി ഇടണമെന്ന് തോന്നുന്നു. ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുട്ടികളിങ്ങനെ ചവിട്ടുമ്പോൾ അതിൽ നിന്നൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കില്ലേ. എന്തൊക്കെയോ അവരുടെ ആക്ടിവിറ്റീസൊക്കെ കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി, ബൈ.